ഹർഷ, ഒരു മുഖ്യധാരാ മാധ്യമത്തിന്റെ ഒരു ന്യൂസ് കാർഡ് ഞാൻ വായിക്കാം. പുതിയൊരു ജീവിതത്തിലേക്കെന്ന് നടി രേഖ രതീഷ് 5ാം വിവാഹം ആ നടനുമായി. 5ാം വിവാഹം എന്ന് പറയുന്നത് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. ഈ 5ാം വിവാഹം എന്ന് പറയുന്നത് എന്താണ് ഇത്ര വലിയ സംഭവമെന്ന്. ഇപ്പോൾ നമുക്ക് മാധ്യമങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, എല്ലാം ഒരു വ്യൂസ് ആണല്ലോ, എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് അതാണ്. സർക്കുലേഷൻ വാല്യൂ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ ജനത, മലയാളത്തിലാണ് കാർഡ്, അപ്പോൾ മലയാളികൾക്ക് വേണ്ടിയിട്ടാണ് കാർഡ് ഇറക്കിയിരിക്കുന്നത്. മലയാളികൾക്ക് ഈ 5ാം വിവാഹം എന്ന് പറയുന്നത് ഇപ്പോഴും വലിയൊരു സംഭവമാണ്. ഒരു സ്ത്രീയോ പുരുഷനോ ഒരു ബന്ധത്തിൽ നിന്ന് വേർപെട്ട് മറ്റൊരു ബന്ധത്തിലേക്ക് പോകുന്നത്, മറ്റൊരു വിവാഹം കഴിക്കുന്നതൊക്കെ വലിയ എന്തോ സംഭവമായിട്ട് കാണുന്ന ഒരു സമൂഹം ഇപ്പോഴും ഇവിടെ ഉണ്ട് എന്ന് തന്നെയല്ലേ? തീർച്ചയായിട്ടും. പക്ഷേ ഇവിടെ 5ാം വിവാഹം എന്ന് പറയുമ്പോൾ ഇപ്പോൾ എനിക്കാണെങ്കിൽ പോലും 5ാം വിവാഹം ചെറിയ പ്രായമാണ്. ഈ പറയുന്ന രേഖ എന്ന് പറയുന്ന ഒരു താരത്തിന്റെയാണ് ഈ ഒരു ന്യൂസ് കാർഡ് വന്നിരിക്കുന്നത്. അവരുടെ 5ാം വിവാഹം എന്ന് പറയുമ്പോൾ അവർക്ക് അത്ര വലിയ പ്രായമായിട്ടുള്ള ഒരു സ്ത്രീ ഒന്നുമല്ല. ഇതിനു മുൻപ് നമ്മൾ മറ്റൊരു സീരിയലിൽ തന്നെ സജീവമായി നിൽക്കുന്ന ഒരു സ്ത്രീ, എനിക്ക് ഓർമ്മയില്ല, ഒരു താടിയുള്ള ചേട്ടനും ചേച്ചിയുടെയും കല്യാണം കഴിഞ്ഞത്. അത് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ നോക്കി കണ്ടൊരു കാര്യം. അവരുടെ 2ാം വിവാഹമോ മറ്റാന്ന് തോന്നുന്നു. പക്ഷേ എത്രാമത്തെ ആയാലും വളരെയധികം സന്തോഷത്തോടു കൂടി അവർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നു. ഒരുപാട് ഹെയ്റ്റ് കമന്റുകളൊക്കെ അതിന് വരുന്നുണ്ട്. പക്ഷേ വളരെ സന്തോഷത്തോടു കൂടി പോകുന്നത് നമ്മൾ കണ്ടു. നമുക്കും അത് കാണുമ്പോൾ സന്തോഷം തോന്നും. ഇപ്പോൾ ഈ രേഖയുടെ കാര്യമാണെങ്കിൽ പോലും 5ാമത്തെ വിവാഹം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും കുറച്ചുകൂടി പ്രായം ഉണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യം എന്തായിരിക്കും എന്നുള്ളത് ചിന്തിക്കാം. ഇത് ഒരു കല്യാണം കഴിഞ്ഞ് ഇന്നത്തെ സമൂഹത്തിൽ നമുക്കറിയാം, സിറ്റുവേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരുമിച്ച് താമസിച്ച് ഒരുമിച്ച് സ്നേഹത്തോടു കൂടി കുറച്ച് നാൾ മുൻപോട്ട് പോയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെങ്കിൽ മാത്രം കല്യാണത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ ഏറെക്കുറെ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ചെയ്യുന്നത്. ഇതിപ്പോൾ 5ാം വിവാഹത്തിലേക്ക് എന്ന് പറയുമ്പോൾ ഇവർ ഈ ന്യൂസ് കാർഡ് 5ാം വിവാഹം എന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തതിൽ നമുക്ക് തെറ്റു പറയാൻ സാധിക്കില്ല. കാരണം ഈ പറയുന്ന താരവും അതിന് ഹൈലൈറ്റ് ചെയ്താണ് കാണിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവർ പറയുന്നതാണ് മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത്, ഞാൻ 5ാം വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ. അതുപോലെ തന്നെ ഏഷ്യാനെറ്റിലെ മറ്റൊരു പ്രമുഖ സീരിയലായിരുന്നു കുടുംബവിളക്ക്. അതിനകത്തെ താരത്തിന്റെ ആ നായിക, ആ ഒരു സ്ത്രീ കഥാപാത്രം, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ അവരും ഇതുപോലെ തന്നെ 2ാമത്തെ വിവാഹം വേർപിരിഞ്ഞ് 3ാം വിവാഹത്തിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് വലിയ രീതിയിൽ ട്രോൾ ആവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ 5 എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും 5ാം വിവാഹമോ എന്ന് ചോദിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകും. എനിക്ക് തോന്നുന്നു ഇത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവിന്റെ ആയിരിക്കാം. എനിക്ക് 5ാം വിവാഹം എന്ന് കേട്ടിട്ട് എനിക്ക് എങ്ങനെ അതിൽ പ്രത്യേകിച്ച് കഴിഞ്ഞതാണോ? എന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്. മനസ്സിലായോ? അതിപ്പോ വിവാഹം കഴിച്ചവർക്ക് മാത്രമേ വിവാഹത്തിനെ പറ്റി സംസാരിക്കാൻ കഴിയുള്ളൂ. ഒരു റിലേഷൻഷിപ്പിലാകുന്നു, അവർ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു, ഒരു ബന്ധത്തിൽ ഒരു കമ്മിറ്റ്മെന്റിന്റെ ഭാഗമായി ഒരു വിവാഹം കഴിക്കുന്നു. ആ ബന്ധത്തിൽ സന്തോഷം കണ്ടെത്താൻ ആകുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ് അത് ഏറ്റവും ഉത്തമം. അത് 5 ആണെങ്കിലും 50 ആണെങ്കിലും ഈ പറഞ്ഞ പോലെ വിവാഹ തട്ടിപ്പൊന്നുമല്ലല്ലോ. വിവാഹം കഴിച്ച് പണവും പൈസയും ഒക്കെ തട്ടിയെടുത്ത് അവരുടെ സമയവും തട്ടിയെടുത്ത് കടന്നു കളയുന്നതല്ലല്ലോ. മ്യൂച്വലി അവർ ലീഗലിയും മ്യൂച്വലിയും ഒക്കെ സംസാരിച്ചുകൊണ്ട് അവർ വേർപിരിഞ്ഞു പോകുന്നത് നല്ലൊരു കാര്യമായി കാണുന്നു. 5ാമതും അവർക്ക് പ്രണയം കണ്ടെത്താൻ കഴിയുന്നുണ്ടല്ലോ, 5ാമത് ഒരു ബന്ധത്തിലേക്ക് പോകാൻ കഴിയുന്നല്ലോ. എന്റെ തോട്ട് അങ്ങനെയാണ് പോകുന്നത്. ഇപ്പൊ ആ ഒരു പോസ്റ്റിന് താഴെ വരുന്ന കമന്റ്, 5ഓ ഇവിടെ ഒന്നിനെ പോലും കിട്ടുന്നില്ല, അങ്ങനെ വിലപിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ശരിക്കും ഈ ഒരു പോസ്റ്റ് ഒക്കെ കാണുമ്പോൾ നമ്മൾ പോലും അത് 5ാമത്തെയോ എന്ന് ചിന്തിക്കുന്നതിന് കാരണം അത് തന്നെയാണ്. അതെ ഹർഷ, ഒന്ന് ആലോചിച്ച് നോക്കൂ. 10, 15, 20 വർഷങ്ങളൊക്കെ പ്രണയമില്ലാതെ, തമ്മിൽ ഒരു ഐക്യവും ഇല്ലാതെ, പ്രോപ്പറായ ഒരു ദാമ്പത്യ ജീവിതം ഇല്ലാതെ ഒരുമിച്ച് കഷ്ടപ്പെടുന്ന ദമ്പതികളെ നമ്മൾ കണ്ടിട്ടില്ലേ? അത് എന്തിന്റെ പേരിലാണ്? സമൂഹത്തെ പേടിച്ചിട്ടാണ്. നമ്മളിത് ഡിവോഴ്സ് ആയി പോയി നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യും, നമ്മുടെ മാതാപിതാക്കൾ എന്ത് പറയും, നമ്മുടെ റിലേറ്റീവ്സ് എന്ത് പറയും, ഇങ്ങനെയുള്ള തോട്ടിൽ നിന്നാണ് ഡിവോഴ്സിലേക്ക് പലരും കടക്കാതിരിക്കുന്നത്. അതൊരു ചട്ടക്കൂടാണ്. അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയുന്ന വലിയ കാര്യമാണ്. പക്ഷേ ഒരു തവണ ഇപ്പോ എന്റെ മാത്രമല്ല ഒട്ടുമിക്ക സ്ത്രീകളും പറയുന്ന ഒരു കാര്യമാണ്, ഒരു തവണ കല്യാണം കഴിഞ്ഞ ആ ഒരു ജീവിതത്തിൽ സാറ്റിസ്ഫൈഡ് അല്ല, പ്രശ്നങ്ങൾ ഉണ്ടാകാം. സ്വാഭാവികമായും അതിൽ കടിച്ചു തൂങ്ങണമെന്നില്ല, ഡിവോഴ്സായി പുറത്തു വരാം. അതിൽ ആ ഒരു നേരത്തെ മേഘ പറഞ്ഞ പോലെ ആ ഒരു കൂട് പൊളിച്ച് പുറത്തു വരണമെന്ന് തന്നെയാണ് എന്റെയും അഭിപ്രായം. അതിനുശേഷം ചിലപ്പോൾ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കാം. സിംഗിൾ മദറായി തുടരാൻ, ഇപ്പൊ ഈ പറയുന്ന രേഖയും പറയുന്നത് തന്നെയാണ്, സിംഗിൾ മദറായി തുടർന്ന് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടൊരു കൂട്ട് വേണം. അങ്ങനെ ചിന്തിച്ച് 2ാമത് വിവാഹം കഴിക്കുന്നു. ആ ലൈഫും ഫ്ലോപ്പ് ആവുന്ന ഒരു സാഹചര്യം വരുന്നു. അതിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു, വീണ്ടും ഒരു വിവാഹം കഴിക്കുന്നു. അപ്പോൾ ഒരു ഏകദേശ ധാരണ ലഭിക്കും വിവാഹം എന്തായിരിക്കും എന്നുള്ളത്. പിന്നെ വീണ്ടും അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാകുമ്പോൾ നമ്മൾ തന്നെ നമ്മളെ ഒരു സമൂഹത്തിന് മുന്നിൽ കോമാളിയെ നമ്മൾ തന്നെ ചിത്രീകരിക്കുന്ന, അല്ലെങ്കിൽ പിന്നെ ഇവര് ഈ പറയുന്നത് പോലെ അതൊരു രഹസ്യമാക്കി അല്ലെങ്കിൽ അവരുടെ ഒരു പേഴ്സണൽ ലൈഫിലേക്ക് അങ്ങ് കൊണ്ടുപോകും. മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നു നിന്നുകൊണ്ട് വീണ്ടും ഇതിനെ ഒരു മെറ്റീരിയൽ ആക്കി കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. എത്രയോ പേർ വീണ്ടും കല്യാണം കഴിക്കുന്നുണ്ട്, 2-3 കല്യാണം കഴിക്കുന്നുണ്ട്. പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ഇതിനകത്തുള്ള പ്രധാന കാര്യം എന്ന് പറയുന്നത്, വിവാഹത്തിലേക്ക് എത്തുന്ന
നിൽക്കുന്നത് കൊണ്ടാണ്. ഇപ്പൊ നമുക്ക് ഒരാളോട് പ്രണയം തോന്നുന്നു, ആ പ്രണയം വർക്കൗട്ട് ആവണം എന്ന് പറയുന്നത് ഒരു 100% പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല, ഒരു 50-50 ചാൻസ് ആണ്. ചിലപ്പോൾ നമ്മളുമായിട്ട് സംസാരിക്കുമ്പോൾ നല്ല വൈബുള്ള ആൾക്കാരായിരിക്കും, ചിലപ്പോൾ നേരിട്ട് കണ്ട് സംസാരിക്കുമ്പോൾ വൈബ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ കുറച്ച് നാൾ ഒരുമിച്ച് ഇങ്ങനെ കറങ്ങിയൊക്കെ നടക്കുമ്പോൾ വൈബ് ഉണ്ടാവില്ല. അതും പോട്ടെ, ചിലപ്പോൾ ഒരുമിച്ച് താമസിക്കുമ്പോഴായിരിക്കും ആ വൈബ് ഉണ്ടാവാതിരിക്കുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായ ഉടനെ പെട്ടെന്ന് വിവാഹം എന്ന് പറഞ്ഞൊരു തോട്ടിലേക്ക് മൈൻഡ് പോകരുത് എന്നുള്ളതാണ്. ആ പറഞ്ഞ കാര്യം വാലിഡ് ആണ്. കാരണം നമ്മള് ഇപ്പോ ഒരാൾ ഡേറ്റ് ചെയ്ത് നോക്കുന്നു, കുറച്ച് സമയം എടുക്കുന്നു, 1-2 വർഷങ്ങൾ അയാളെ മനസ്സിലാക്കുന്നു, പറ്റുമെങ്കിൽ ഈ പറഞ്ഞ റിലേഷൻഷിപ്പ് പോലെ നമുക്ക് ഒരുമിച്ച് ജീവിക്കുമ്പോഴാണ്, ഒരു കൂരയ്ക്ക് കീഴെ വരുമ്പോഴാണ് ഒരാളുടെ യഥാർത്ഥ സ്വഭാവം നമുക്ക് മനസ്സിലാവുക. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരാളുടെ ഒപ്പം സമയം ചെലവഴിക്കുക, ഇപ്പോഴൊക്കെ അങ്ങനെയൊക്കെയാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുക. അതിനുശേഷം വിവാഹത്തിലേക്ക് എത്തിയാൽ അത് കുറച്ചുകൂടി സക്സസ് ആവാൻ സാധ്യതയുണ്ട്. എന്നാൽ പോലും 4-5 വർഷങ്ങളൊക്കെ ലിവ് ഇൻ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ട് ഇത് 100% സക്സസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിച്ച് വിവാഹം കഴിച്ചവർ പോലും പിരിയുന്നുണ്ട്. ഇതൊക്കെ ഓരോ സാധ്യതകളാണ്. അതെ, ഈ ഒരു ബന്ധനത്തിലേക്ക് ഒരുപക്ഷെ പോകാതിരിക്കുക എന്നുള്ളതാണ്. അതായത് സ്വാഭാവികമായും കല്യാണം എന്ന് പറയുന്നത് ബന്ധനം തന്നെയാണ്. ഒരിക്കലും എത്രയൊക്കെ നമ്മൾ ഫ്രീഡം ഉള്ള, അല്ലെങ്കിൽ നമ്മൾ പുറമേ ഉള്ള ചിലരുടെ ലൈഫ് കാണുമ്പോൾ കല്യാണം കഴിഞ്ഞാലും അവൾ എത്ര ഹാപ്പി ആയിട്ട്, അവൾ എന്ത് എൻജോയ് ചെയ്യുന്നുണ്ട് അവളുടെ ലൈഫ്, അവൾ സ്വന്തമായിട്ട് അവളുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുന്നുണ്ട്, കല്യാണം കഴിഞ്ഞുള്ള ഒരു റെസ്ട്രിക്ഷനും അവൾക്കില്ല എന്ന് ചിന്തിക്കുന്ന ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സിനെ പോലും നമ്മൾ കാണുമ്പോൾ നമ്മൾ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ചിന്നു പാപ്പു എന്ന് പറയുന്ന ഒരു വ്ളോഗറുടെ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസറുടെ മരണം കേട്ടപ്പോൾ സ്വാഭാവികമായി നമ്മൾ ഉൾപ്പെടെ പലരും ഞെട്ടി. കാരണം അവരുടെ റീൽസ് ഒക്കെ കാണുമ്പോൾ എപ്പോഴും ചിരിച്ച മുഖത്തോടു കൂടി ഹാപ്പി ആയിട്ടുള്ള, എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരു ഇൻഫ്ലുവൻസർ ഇത്തരത്തിൽ അവരുടെ ഈ പറയുന്ന വ്യക്തിയുടെ റീൽസും വലിയ രീതിയിൽ ഹാപ്പിയാണ്. പക്ഷേ ഒരു 2 hours നമ്മൾ അവരോട് ഇരിക്കുമ്പോഴാണ് അവരുടെ വിഷമങ്ങൾ എന്താണ് എന്നുള്ളത്. റിയൽ ലൈഫിൽ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഈ ക്യാമറയ്ക്ക് മുന്നിൽ വരുമ്പോൾ വളരെയധികം ചിരിച്ച് സന്തോഷിച്ച് ഹാപ്പി ആയുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത്. അതെ, നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകൾ മുൻപ് വെറും വർഷയുടെ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മൾ ഞെട്ടിപ്പോയിരുന്നു. അതിനകത്ത് അവരുടെ റിലേഷൻഷിപ്പ് ഫ്ലോപ്പ് ആയി പോയി, പൊട്ടിത്തകർന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എല്ലാവരും ഞെട്ടി. കാരണം അത്രയും സന്തോഷിച്ച് ഹാപ്പി ആയിട്ട് റൊമാൻറ്റിക് ആയിട്ട് നടന്ന ഒരു കപ്പിള് പെട്ടെന്ന് ബ്രേക്കപ്പ് ആവുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോയി. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് നമുക്കൊരു തോന്നലുണ്ടായി. ഈ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ പുറത്തു കൊടുക്കുന്ന സാധനം ഉണ്ടല്ലോ, ഇപ്പോൾ എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് കണ്ടാൽ, അല്ലെങ്കിൽ അർഷയുടെ അക്കൗണ്ട് പുറമേ നിന്ന് കാണുമ്പോൾ എന്ത് സന്തോഷമായിട്ട് സ്റ്റോറി ഇടുന്നു, ഫോട്ടോസ് ഇടുന്നു, ഹാപ്പനിങ് ലൈഫ്, ആൾക്കാരുടെ ഇന്റർവ്യൂസ് എടുക്കുന്നു, ജോലിക്ക് സ്വപ്നം കണ്ട ലൈഫ്. മേഘയോട് പറഞ്ഞു, മേഘന് പറഞ്ഞിട്ടില്ല ഞാൻ സ്വപ്നം കണ്ട ലൈഫ്, അതെ മേഘ എന്ത് ഹാപ്പിയാണ്, മേഘയുടെ ലൈഫാണ് ഞാൻ ആഗ്രഹിച്ചെന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മളെല്ലാം എനിക്കൊന്ന് കരയുന്നതും വിഷമിക്കുന്നതും നമ്മുടെ നമ്മുടെ ആങ്സൈറ്റി ഒന്നും ആരും കാണുന്നില്ലല്ലോ. ഇതുപോലെയാണ് ഈ പറഞ്ഞ പ്രണയബന്ധങ്ങളിലും അതും വൈവാഹിക ബന്ധങ്ങളിലും ഒക്കെ ഉള്ളത്. നമ്മൾ കാണുമ്പോ അവര് ബർത്ത്ഡേക്ക് റീൽ ഇടുന്നുണ്ട്, ഹാപ്പി ആയിട്ട് സർപ്രൈസുകൾ കൊടുക്കുന്നു, എന്റെ ബെസ്റ്റ് പാർട്ട്ണർ എന്നൊക്കെ പറയുന്നു. പക്ഷെ അവരുടെ ബന്ധങ്ങളെല്ലാം തകർന്നു പോകുന്ന ബന്ധങ്ങളാണ്. ചെറിയൊരു ഉദാഹരണമുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു സൂര്യയിലാണോ ഫ്ലവേഴ്സിലാണോ ഏത് ചാനലിലാണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, ഈ പറയുന്നത് പോലെ ബെസ്റ്റ് കപ്പിൾസിനുള്ള ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ കപ്പിൾസിൽ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ്ഡ് ആയി, അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കപ്പിൾസ് ആയിരുന്നു. പിന്നെ ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ അവരുടെ ഒരു വ്ലോഗ് കാണുന്ന സമയത്ത് സെപ്പറേറ്റഡ് ആണ് രണ്ടുപേരുടെയും അക്കൗണ്ടിൽ പരസ്പരമുള്ള ഒരു ഫോട്ടോ പോലും ഇല്ല എന്നുള്ളത്. അത് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അവരുടെ ആ ഒരു റീല് കാണുമ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി. കാരണം നമ്മൾ ആ ഒരു റിയാലിറ്റി ഷോയിൽ കണ്ടപ്പോഴുള്ള കപ്പിൾസ് അന്ന് രണ്ടുപേരും കല്യാണം കഴിഞ്ഞ് വളരെ ചുരുക്കം നാളുകൾ മാത്രമേ ആയിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ അവർ ഇൻഫ്ലുവൻസേഴ്സ് ആയി, രണ്ടുപേരും ഫെയിം ആയി കഴിഞ്ഞപ്പോൾ രണ്ടുപേർക്കും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. രണ്ടുപേരും സെപ്പറേറ്റ് ആയി. ഇപ്പോൾ ആ പറയുന്ന ആ പയ്യൻ വേറൊരു വിവാഹത്തിലേക്ക് എത്തുന്നു, പെൺകുട്ടിയാണെങ്കിലും ഒറ്റയ്ക്ക് മുന്നോട്ട് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നു. എത്രയോ ആളുകൾ അതുപോലെ പോകുന്നവരുണ്ട്. ഈ പറയുന്ന അഞ്ചാം വിവാഹം എന്ന് പറയുന്നു, കല്യാണം കഴിക്കട്ടെ, അവരുടെ ആഗ്രഹം പോലെ അവർ ജീവിക്കട്ടെ, ഇതെങ്കിലും സക്സസ് ആക്കി കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനേ സാധിക്കുള്ളൂ. കാരണം ഇനി ഒരു തവണ കൂടി ഇതും ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ ഒരിക്കലും ഈ പാർട്ട്നേഴ്സിനെ കുറ്റം പറയില്ല. തീർച്ചയായിട്ടും 2 തവണ ഫ്ലോപ്പായി 3-മതും ഫ്ലോപ്പ് ആവുമ്പോൾ ഇതെല്ലാം ആ സ്ത്രീയുടെ കുഴപ്പമാണ് എന്ന് വരെ പറഞ്ഞു തീർക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ മെയിൽ ഓറിയന്റഡ് സൊസൈറ്റിയുടെ പ്രശ്നമാണ്. ഇപ്പൊ രേഖ രതീഷിന്റെ മുൻ ഭർത്താക്കന്മാർ എത്ര വിവാഹം കഴിച്ചു എന്ന് ആരും ചിന്തിക്കുന്നില്ല. ഇവരെന്തുകൊണ്ട് ഇത്രയും വിവാഹം കഴിച്ചു എന്നാണ് ചിന്തിക്കുന്നത്. 7-8 വിവാഹം കഴിച്ച പുരുഷന്മാർ നമ്മുടെ സമൂഹത്തിൽ വളരെ അന്തസ്സായിട്ട് ജീവിക്കുന്നുണ്ട്. 2 ഭാര്യമാരുള്ളവർ ജീവിക്കുന്നു. അവരുടെയൊക്കെ പേഴ്സണൽ ലൈഫ് അങ്ങനെയാണെന്ന് പറഞ്ഞ സമൂഹം അതിനെ അങ്ങ് ഏറ്റെടുക്കും. പക്ഷെ അതൊരു സ്ത്രീ ചെയ്താൽ അതൊരു പ്രശ്നമാകും. ഇപ്പൊ ഈ പറയുന്ന പോലെ മിസ് രേഖ വീണ്ടും വിവാഹിതയാവാൻ ആഗ്രഹിക്കുന്നു, വിവാഹിതയാവാൻ തയ്യാറെടുക്കുന്നു. ആരായിരുന്നാലും നന്നായി പോകാൻ സാധിക്കട്ടെ,
പറ്റിയില്ല, അതിലും സന്തോഷം കണ്ടെത്താനാവുന്നില്ലെങ്കിൽ അത് പിരിയുന്നത് തന്നെയാണ് നല്ലത്. അതെ, പക്ഷെ അത് ഈ എപ്പോഴും ഞാൻ അങ്ങനെ പറയുന്ന പറയുള്ളൂ. മാധ്യമങ്ങൾക്ക് മുൻപിൽ കൊണ്ടുവന്ന് കുട്ടി ഘോഷിക്കാതിരിക്കും. കാരണം അവരെ തന്നെ ജഡ്ജ് ചെയ്യാനുള്ള അവരൊരു ജനങ്ങൾ അറിയുന്ന, കേരളം സമൂഹം ഒട്ടാകെ അറിയുന്ന ഒരു വ്യക്തിയാണ്, സ്വാഭാവികമായും ഒരു സെലിബ്രിറ്റിയാണ്. അപ്പോൾ അവരുടെ ലൈഫ് അറിയാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ടാകും. പക്ഷെ ഇങ്ങനെയുള്ള സൈഡ് അറിയുമ്പോൾ അവരോടുള്ള ഒരു ഇഷ്ടത്തെക്കാൾ കൂടുതൽ അവർ ജഡ്ജ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ഒരു വലിയ സമൂഹം ആൾക്കാർ അവരെ ജഡ്ജ് ചെയ്യും. പക്ഷെ എന്റെ ഒരു തോട്ടില് അവർ ഇനിയും വിവാഹിതയാവാൻ ആഗ്രഹിക്കുന്നില്ല, അവർ വീണ്ടും പറയണം. ആൾക്കാർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾ പറയാൻ മടിക്കാതിരിക്കുക എന്നുള്ളത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. പറഞ്ഞാൽ ഈ പറയുന്ന തെറ്റായിട്ട് ചിന്തിക്കുന്ന ആളുകളുണ്ടല്ലോ, സെലിബ്രിറ്റീസിന്റെ ഒക്കെ ലൈഫ് വളരെ ഹാപ്പിയാണ്, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിന്റെ ലൈഫ് ഹാപ്പിയാണ്. അങ്ങനെയുള്ളവർക്കൊക്കെ ആ ഒരു തെറ്റിദ്ധാരണ മാറാൻ ഇതൊക്കെ ഒരു കാരണമായി, ഫാക്ടറായി മാറും എന്നുള്ളത് എല്ലാ മനുഷ്യരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാവരുടെയും ലൈഫ് വണ്ടർഫുൾ അല്ല. എല്ലാവരുടെയും ലൈഫിൽ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമവും കരച്ചിലും ദേഷ്യവും എല്ലാം ഉള്ളവരാണ് മനുഷ്യർ. അതിൽ സന്തോഷം നമ്മൾ ഹാപ്പി ആയിരിക്കുമ്പോൾ നമ്മൾ അത് റെക്കോർഡ് ചെയ്ത് നമ്മൾ പോസ്റ്റ് ചെയ്യാൻ നമുക്ക് ഇഷ്ടപ്പെടും. നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷമിക്കുന്ന അങ്ങനെ ഇടുന്നവരുണ്ട്. പക്ഷെ എല്ലാവർക്കും അത് സാധിക്കണമെന്നില്ല. നമ്മളെല്ലാം നമ്മുടെ എല്ലാ വിഷമ കാര്യങ്ങളും ഒന്നും പുറത്ത് പറയുന്ന ആൾക്കാരല്ല. പുറത്ത് സോഷ്യൽ മീഡിയ, നമ്മുടെ പ്രൈവറ്റ് സർക്കിളിലൊക്കെ നമ്മൾ പറയുമായിരിക്കും, പക്ഷെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊന്നും പോസ്റ്റ് ചെയ്യില്ലായിരിക്കും. ഇതൊന്നും കണ്ടിട്ട് ഇതാണ് ജീവിതം എന്ന് വിചാരിക്കരുത്. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. അത് തന്നെയാണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലാവുന്നത്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാരായിരിക്കും ഇതുപോലെ വേർപിരിഞ്ഞു പോകുന്നത്. ഇതുപോലെ നമ്മുടെ രഹ്ന ഫാത്തിമയും പാർട്ട്ണറും പിരിയുന്ന സമയത്ത് എനിക്ക് ഇതുപോലൊരു എന്തുകൊണ്ടായിരിക്കും ഒരു പിരിഞ്ഞത് എന്നുള്ളൊരു ആകാംക്ഷ ഉണ്ടല്ലോ. ആകാംക്ഷയില് അയ്യോ ഇത്രയും ഓപ്പൺ ആയിട്ടുള്ള ഒരു ബന്ധത്തിലും പ്രശ്നങ്ങളോ എന്ന് തോന്നിയ ഒരു സമയമുണ്ടായിരുന്നു. അവർ ഓപ്പൺ റിലേഷൻഷിപ്പിലായിരുന്നു, വിവാഹിതരായിരുന്നില്ല, ലിവ് ഇൻ റിലേഷൻഷിപ്പിലായിരുന്നു. പക്ഷെ അവർ പിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത്രയും ഓപ്പൺ ആയിട്ട് ചിന്തിക്കാൻ പറ്റുന്ന, പ്രോഗ്രസീവ് ആയിട്ട് ചിന്തിക്കുന്ന രണ്ട് മനുഷ്യർക്കിടയിൽ പോലും പ്രശ്നങ്ങളുണ്ട്. ഈ ലേന സിനിമാ താരം ലേനയുടെ ലൈഫ് നമ്മൾ കണ്ടിരുന്നു. അവർ അത്രത്തോളം ഒരുപാട് വർഷം പ്രണയിച്ചു, വിവാഹം കഴിച്ചു, ഒരുപാട് വർഷം ഒരുമിച്ച് ജീവിച്ചു. അവർ ഓപ്പൺ ആയിട്ട് പറഞ്ഞു ഇനി ഒറ്റയ്ക്ക് ജീവിച്ച് സിംഗിൾ ലൈഫ് എന്താണ് എന്നുള്ളത് പരീക്ഷിച്ചു നോക്കണം, അറിയാനൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ പാർട്ട്ണർ ലെനയോട് പറഞ്ഞത് ഓക്കെ, നീ നിന്റെ ഇഷ്ടത്തിന് ജീവിച്ചോളൂ, തിരിച്ചു വരാൻ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തിരിച്ചു വരാം, അതല്ല നിനക്ക് അങ്ങനെ ലൈഫാണ് ഇഷ്ടമെങ്കിൽ നിന്റെ ഇഷ്ടത്തിന് ജീവിച്ചോളൂ എന്ന് പറഞ്ഞു. പിന്നെ ഈ പറഞ്ഞ പ്രിവിലേജ് എല്ലാവർക്കും കിട്ടില്ല. ഇപ്പൊ നാളെ പോയി ഹർഷയ്ക്ക് എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കണം എന്ന് പറഞ്ഞാല് അവിടെ ഒരു വലിയൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്, ഫാമിലീസ് ഇടപെടും. അല്ല, അവര് ഒറ്റയ്ക്ക് ജീവിക്കണോ, അപ്പൊ നീ വേറെ ആരോടോ റിലേഷനിലായിട്ടുണ്ട്, അപ്പോൾ നിനക്ക് ഇപ്പോഴുള്ള ജീവിതത്തിൽ സന്തോഷമില്ല, നീ ആരുടെ കൂടെയാണ് പോകുന്നത്, ആ ഒരു ചോദ്യത്തിലേക്ക് ഫാമിലീസ് ചോദിക്കും എന്തുകൊണ്ടാണ്. പിന്നെ അവിടെ ഒരു പ്രോബ്ലം സോൾവിങ്ങിന്റെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവും. എല്ലാവർക്കും പ്രോബ്ലംസ് ഇല്ലെങ്കിൽ പോലും സോൾവ് ചെയ്യാൻ ആളുകളുണ്ടാവും. എന്താ പ്രശ്നം എന്ന് ചോദിച്ചു വരുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇത് എല്ലാവർക്കും പോസിബിൾ ആയ കാര്യമല്ല. എല്ലാവർക്കും ഈ പറഞ്ഞ ബന്ധങ്ങളിൽ നിന്ന് ഇറങ്ങി വരാൻ കഴിയുന്നവരല്ല. ഇപ്പോൾ ഹർഷനെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ കുടുംബം സപ്പോർട്ടീവ് ആണെങ്കിൽ പോലും ആ വ്യക്തിക്ക് അതിൽ നിന്ന് ഇറങ്ങി വരാൻ കഴിയാത്ത ബന്ധങ്ങളുണ്ട്. വളരെ ടോക്സിക് ആയിട്ടുള്ള ബന്ധങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല. ഇറങ്ങി വരാൻ കഴിയാത്ത ബന്ധങ്ങളുണ്ട്. എന്റെ ഒരു പെർസ്പെക്റ്റീവില് ഒരു റിലേഷൻഷിപ്പിലാവുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് അതിൽ നിന്ന് ഇറങ്ങി വരാൻ സ്പേസ് ഉണ്ടാവുക എന്നതാണ്. ഒരു ബന്ധം തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം പറയേണ്ടത് എനിക്കിതിൽ എന്ന് പറ്റില്ല എന്ന് തോന്നുന്നു അന്ന് ഞാൻ ഇറങ്ങിപ്പോകാൻ പറ്റുന്ന സ്വാതന്ത്ര്യം, എനിക്ക് നോ പറയാൻ പറ്റുന്ന സ്വാതന്ത്ര്യം ഉണ്ടാകണം. ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവേണ്ട ബേസിക് കോൺവെർസേഷൻ അതാണ്. അതിൽ നിന്നാണ് ബാക്കി ബന്ധം ഉണ്ടാകേണ്ടത്. ഒരിക്കലും പോസിബിൾ അല്ല. ഇത് എനിക്ക് തോന്നുന്നു ഒരു 5% ആൾക്കാർ ഇതെല്ലാം സമ്മതിക്കുമായിരിക്കും. ഒരു ലൈഫ് ആഗ്രഹിക്കുന്നവർ ഈ പണിക്ക് പോവാതെ എല്ലാം ചിന്തിക്കുക. അപ്പുറത്ത് നിൽക്കുന്ന ആൾ ഒരു നോ എടുക്കാൻ പറ്റുന്ന ആളാണോ, ഇറങ്ങിപ്പോകാൻ സ്വാതന്ത്ര്യമുള്ള ആളാണോ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെയാണ്. പക്ഷെ നമ്മൾ ഇറങ്ങിപ്പോയാൽ ആ വ്യക്തി അതെങ്ങനെ എഫക്ട് ചെയ്യും, അല്ലെങ്കിൽ ആ വ്യക്തി അതെങ്ങനെ സ്വീകരിക്കും, ഒരുപക്ഷെ അവർ തിരിച്ച് പ്രതികരിക്കുന്ന രീതി എന്തായിരിക്കും എന്നൊക്കെ ഭയപ്പെട്ടുകൊണ്ട് പിടിച്ചു നിൽക്കുന്ന, ഒരുപക്ഷെ പാർട്ട്ണർ എന്തെങ്കിലും ഒരു കടുങ്കൈ ചെയ്തു പോയാലോ എന്നും ഭയപ്പെട്ട് പിടിച്ചു നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. തിരിച്ചും ആസിഡ് അറ്റാക്കുകൾ ഉണ്ടാകുന്നു, ഭാര്യയെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നു, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം ഈ നോ എടുക്കാൻ പറ്റാത്ത ബന്ധത്തിൽ നിന്ന് ഇവൾ എന്റെ മാത്രമാണ്, അവൻ എന്റെ മാത്രമാണെന്നുള്ള തോന്നലുകളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും ഒരർത്ഥത്തിൽ രേഖ ഭാഗ്യവതിയാണ്. ആദ്യത്തെ 4 വിവാഹത്തിൽ നിന്നും ഇറങ്ങി പോരാൻ സാധിച്ചത്. എന്ത് സ്ട്രഗിൾ ചെയ്താണെങ്കിലും അവർ ഇറങ്ങി പോകുന്നു, അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അവർ ഇറങ്ങി പോകുന്നെങ്കിൽ അവർ തീർച്ചയായും ഭാഗ്യവതിയാണ്. ഇനി ഒരു ലൈഫിലേക്ക് പോകുന്നു, സ്വാഭാവികമായി അത് സന്തോഷമായിരിക്കണമെന്ന് അവരും ആഗ്രഹിക്കുന്നുണ്ടാകാം. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. അതും അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതിൽ നിന്ന് ഇറങ്ങി വരാനാണ് ആഗ്രഹമെങ്കിൽ പോരുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ.